ശരീരത്തിന് വേദന ഏൽക്കുന്നതിനെക്കാട്ടിലും മനുഷ്യർക്ക് താങ്ങാൻ പറ്റാത്ത വേദന മനസ്സിന്റെ വേദന. കാരണം എന്റെ കൈ ഇപ്പോൾ ഒടിഞ്ഞാല്, എന്റെ കൈ ഒടിഞ്ഞ് ഞാൻ പ്ലാസ്റ്റർ ഇട്ടാല്, ഞാൻ എന്റെ സൊസൈറ്റിയിലോ ജോലി ചെയ്യുന്നിടത്തോ ഇറങ്ങി എനിക്ക് അതിൻ്റെതായ പരിഗണന കിട്ടും. അവന്റെ കൈ വയ്യ, അവനൊന്ന് റെസ്റ്റ് എടുത്തോട്ടെന്ന് പറയും. മനസ്സിനേറ്റ ഒടിവുകളും മുറിവുകളും ചതവുകളും ആരെങ്കിലും കാണുന്നുണ്ടോ? ആരും കാണുന്നില്ല. നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാവുകയില്ല. അത് നമ്മുടെ ജീവിത പങ്കാളിയോട് പറഞ്ഞാലും പേരൻസിനോട് പറഞ്ഞാലും മനസ്സിലാകില്ല. ഇത് തന്നെ കൊണ്ട് നടന്ന് ഇങ്ങനെ അനുഭവിക്കുന്നത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. 12,000 വർഷമായിട്ട് യേശു ക്രിസ്തുവിന്റെ ശരീരത്തിലെ മുറിവിനെ മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. കർത്താവിന്റെ മനസ്സിന് മുറിവുണ്ട്. കർത്താവിന്റെ മനസ്സ് അതുപോലെ ഭാരപ്പെട്ടതാണ്, അതുപോലെ വേദനപ്പെട്ടതാണ്. ഗെത്സമനെ തോട്ടത്തിൽ യേശു പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്, അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ വിയർപ്പ് തുള്ളികൾ നിലത്ത് വീഴുന്ന രക്തത്തുള്ളി പോലെ ആയി എന്ന് പറയുന്നത്. അത് വായിച്ചു കേട്ടുള്ള ഭാഗമല്ലേ? ഒരു മനുഷ്യൻ എപ്പോഴാണ് ഈ രക്തം വിയർക്കുന്നത്? രക്തം വിയർക്കുക എന്ന് പറയുന്നത് അതിങ്ങനെ പൊയറ്റിക്കലി എഴുതിയതാണ്, ഒരിക്കലും പൊയറ്റിക്കലി എഴുതിയിട്ടുള്ളതല്ല. ഇതൊരു കറക്റ്റ് ഫാക്റ്റാണ്. അതിനൊരു മെഡിക്കൽ ടേം തന്നെ ഉണ്ട്. ഹെമറ്റോഹിഡ്രോസിസ് എന്ന് പറയുന്ന ഒരു മെഡിക്കൽ ടേം തന്നെ ഉണ്ട്. ഹെമറ്റോഹിഡ്രോസിസ്. ഒരു മനുഷ്യന് താങ്ങാവുന്നതിന്റെ അപ്പുറത്ത് മാനസിക വേദന വന്നു കഴിയുമ്പം രക്തം വിയർക്കും. അത് ചരിത്രത്തിൽ മറ്റു മനുഷ്യർ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് പോലും നമുക്കറിയത്തില്ല.